മമ്മ ജ്ഞാനത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? ഇതിനെക്കുറിച്ച് ശാന്തമണി ദാദി പറയുന്നു. എൻ്റെ അമ്മയും മമ്മയുടെ അമ്മയും സഹോദരിമാരായിരുന്നു. ഇവർക്ക് ഒരു സഹോദരിയും കൂടി ഉണ്ടായിരുന്നു. ആ ചിറ്റമ്മയുടെ പേര് ധ്യാനി എന്നായിരുന്നു. അവരുടെ പതി മരിച്ചു പോയിരുന്നു. ആ ചിറ്റമ്മയും സിന്ധ് ഹൈദരാബാദിൽ തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നു, എന്ന് പറഞ്ഞാൽ മമ്മയുടെ വീട്ടിലേക്ക് വന്നു. ഈ രണ്ട് സഹോദരിമാരും ദുഃഖിതരായിരുന്നു. അതായത് മമ്മയുടെ അമ്മയും അതുപോലെ തന്നെ ഈ ധ്യാനി ദാദിയും. ഈ രണ്ട് സഹോദരിമാരും ദുഃഖിതരായിരുന്നു. അവർ ഭഗവാനോട് വളരെയധികം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയിൽ എൻ്റെ അമ്മയും പങ്കുചേരുമായിരുന്നു. അവരുടെ ദുഃഖം കുറയ്ക്കാൻ വേണ്ടി ജപ് സാഹേബ്, സുഖമണി ഇതെല്ലാം വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. എൻ്റെ അമ്മ അവരുടെ അടുത്ത് പോയി വരുന്നത് ദിവസവും ദാദയുടെ പത്നി യശോദാമ്മ തൻ്റെ വീടിൻ്റെ ജനാലയിലൂടെ കാണാറുണ്ടായിരുന്നു. ഒരു ദിവസം വഴിയിൽ യശോദാമ്മയും എൻ്റെ അമ്മയും കണ്ടുമുട്ടി. അമ്മയോട് ചോദിച്ചു, ദിവസവും എവിടേക്കാണ് പോകുന്നത്? എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ രണ്ട് സഹോദരിമാർ അവരുടെ പതി മരിച്ചു. ഞങ്ങളെല്ലാവരും ശാന്തിക്ക് വേണ്ടി സത്സംഗം നടത്തുന്നു. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, ദാദ തൻ്റെ വീട്ടിൽ വളരെ നല്ല സത്സംഗമാണ് നടത്തുന്നത്. ആദ്യം നിങ്ങൾ വരൂ, അനുഭവം ചെയ്യൂ, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ടുവരൂ, തൻ്റെ സഹോദരിമാരെയും കൂട്ടിക്കൊണ്ടുവരൂ. യശോദാമ്മയുടെ ക്ഷണം സ്വീകരിച്ച് എൻ്റെ അമ്മ അടുത്ത ദിവസം തന്നെ അവിടേക്ക് പോയി. ആ സമയത്ത് ബാബ ഗീതയിലെ ശ്ലോകങ്ങളെടുത്ത് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിൽ ആത്മാവിനെ കുറിച്ചുള്ള പാഠമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത്. ആത്മാവ് അമരനാണ്, അവിനാശിയാണ്, മരിക്കുന്നില്ല. ആത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരമെടുക്കുന്നു. അതുകൊണ്ട് കരയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ആത്മാവിൻ്റെ കളിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദാദ പറഞ്ഞു കൊടുത്തിരുന്നത്. ബാബ സത്സംഗം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഓം ധ്വനിയും ഉച്ചരിക്കുമായിരുന്നു. അത് പൂർത്തിയാക്കുമ്പോഴും സത്സംഗം തീരുമ്പോഴും ഓം എന്ന ധ്വനി ഉച്ചരിക്കുമായിരുന്നു. ഓം ധ്വനി കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ശരീരത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നതിൻ്റെ അനുഭവം ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെ എൻ്റെ അമ്മയ്ക്കും ഈ അനുഭവം ഉണ്ടായി. അപ്പോൾ അടുത്ത ദിവസം മമ്മ തൻ്റെ 2 സഹോദരിമാരെയും കൊണ്ട് ബാബയുടെ അടുത്തേക്ക് വന്നു. അതായത് രാധയുടെ അമ്മയും അതേപോലെ ധ്യാനി ദാദി 2 പേരെയും ബാബയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ബാബയിലൂടെ ആത്മാവിൻ്റെ മുഴുവൻ ജ്ഞാനവും കേട്ടതിന് ശേഷം ശരീരത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നതിൻ്റെ അനുഭവം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ദുഃഖിതരായ അമ്മമാർ വളരെയധികം സന്തോഷഭരിതമായി തീർന്നു. സത്സംഗത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തൻ്റെ അമ്മയും ചിറ്റമ്മയും നല്ല സന്തോഷത്തിൽ വിടർന്ന് മുഖത്തോടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ രാധയ്ക്ക് വളരെയധികം ആശ്ചര്യമായി. രാധ അവരോട് ചോദിച്ചു, ഇന്നലെ വരെ നിങ്ങൾ വളരെയധികം കരഞ്ഞിരുന്നവരാണല്ലോ. ഇന്ന് നിങ്ങളുടെ മുഖത്ത് ഇത്രയും സന്തോഷം എവിടെ നിന്നാണിത് ലഭിച്ചത്? അപ്പോൾ മമ്മയുടെ അമ്മ പറഞ്ഞു, ഞങ്ങൾ ദാദയുടെ അടുത്ത് പോയിരുന്നു. വളരെ നല്ല കാര്യങ്ങളാണ് ഗീതയെ ആസ്പദമാക്കി മനസ്സിലാക്കി തരുന്നത്. മമ്മയോട് പറഞ്ഞു, സ്കൂളിലും ഗീതയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടാകുമല്ലോ, അപ്പം അതുകൊണ്ട് വരൂ, കേട്ടതിന് ശേഷം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരണം. ഇങ്ങനെ രാധയെയും അടുത്ത ദിവസം സത്സംഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാധയെ ബാബ കണ്ടപ്പോൾ ആ നിമിഷം തന്നെ ബാബയ്ക്ക് മനസ്സിലായി, ബാബയ്ക്ക് അനുഭവപ്പെട്ടു, ഇത് എൻ്റെ അവകാശി പുത്രിയാണ്, ഇതെൻ്റെ അവകാശി കുട്ടിയാണ്. രാധയ്ക്കും ആ നിമിഷം തന്നെ അനുഭവമുണ്ടായി, ഇതെൻ്റെ വളരെ കാലത്തെ വേർപാടിന് ശേഷം ലഭിച്ച അതേ പിതാവാണ്. പിന്നീട്
ബാബ ഏതുപോലെ ലൗകിക രീതിയിൽ ക്ഷേമാന്വേഷണങ്ങൾ ചോദിക്കുന്നു, അതേപോലെ രാധയോടും ചോദിച്ചു. പുത്രി, നീ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇതെല്ലാം ബാബ രാധയോട് ചോദിച്ചു. ഓം രാധ മമ്മ അർത്ഥം മാതേശ്വരി ആയതെങ്ങനെയാണ്? മമ്മ 17-18 വയസ്സുള്ള കന്യകയായിരുന്നു. എന്നാൽ എല്ലാവരും മമ്മ അല്ലെങ്കിൽ അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. ബാബയും ഇടയ്ക്ക് മമ്മ എന്ന് വിളിച്ചിരുന്നു, ഇടയ്ക്ക് പുത്രി എന്നും വിളിച്ചു. ഇടയ്ക്ക് മമ്മ പുത്രി രണ്ടും വിളിച്ചിരുന്നു. ഇപ്രകാരം ഓം രാധ മമ്മ ആയിത്തീർന്നു. പതുക്കെ പതുക്കെ മമ്മയുടെ ശരീരത്തിലും ആ പേരിനനുസരിച്ചുള്ള പരിവർത്തനം വന്നു. ഇതിനെക്കുറിച്ച് ബാബയുടെ ലൗകിക പുത്രിയായ നിർമ്മൽ ശാന്ത ദാദിജി പറയുകയാണ്, ബാബ തന്നെയാണ് എന്നെ മമ്മയുടെ കൂടെ വച്ചിരുന്നത്. മമ്മ തന്നെയാണ് എൻ്റെ സംരക്ഷണം ചെയ്തിരുന്നത്. ഞാൻ വളരെ ചെറിയതായത് കാരണം, കൊച്ചുകുട്ടിയായത് കാരണം ബാബ ചിന്തിച്ചിട്ടുണ്ടാകും എനിക്ക് ലൗകിക അമ്മയുടെ ഓർമ്മ വരരുത്, അതുകൊണ്ടാണ് മമ്മയോടൊപ്പം എന്നെ അയച്ചത്. ബാബ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, നിന്റെ പാലന ഓം രാധയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ഓം രാധയാണ് നിന്റെ മമ്മ. അപ്പോൾ മുതൽക്ക് ഞാൻ ഓം രാധയെ മമ്മ എന്ന് വിളിക്കുവാൻ തുടങ്ങി. അതുവരെ എല്ലാവരും മമ്മയെ ഓം രാധ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. ഞാൻ തന്നെയാണ് ഏറ്റവും ആദ്യം മമ്മ എന്നുള്ള പേരിൽ വിളിക്കുവാൻ ആരംഭിച്ചത്. അതിനുശേഷം എല്ലാവരും ഓം രാധയെ മമ്മ എന്ന് വിളിക്കുവാൻ തുടങ്ങി. ദിനം പ്രതിദിനം സത്സംഗത്തിൽ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ബാബ ഓം രാധയെ ഈ സത്സംഗത്തിലേക്ക് അതിൻ്റെ സംരക്ഷണം ചെയ്യുന്നതിന് നിമിത്തമാക്കി. അതോടൊപ്പം തന്നെ 8 മറ്റ് ജ്ഞാനയുക്തരായിട്ടുള്ള അമ്മമാരെയും കന്യകമാരെയും ഒരു സമിതി ഉണ്ടാക്കി തൻ്റെ സമസ്ത ധനവും സമ്പത്തും മാതാക്കളുടെ ആ സമിതിക്ക് അർപ്പിച്ചു. ശാന്താമണി ദാദി മമ്മയെക്കുറിച്ച് പറയുകയാണ്, മമ്മയുടെ ശ്രീ ലക്ഷ്മി രൂപം എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു. ശ്രീലക്ഷ്മി എൻ്റെ അമ്മയാണ്, എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടിരുന്നത്. ഞാൻ മമ്മയെ ഒരിക്കലും എൻ്റെ ചിറ്റമ്മയുടെ മകളാണ്, എൻ്റെ സഹോദരിയാണ് എന്ന ദൃഷ്ടിയോടെ കണ്ടിരുന്നില്ല. മറിച്ച് എൻ്റെ അമ്മയാണ്, ജഗദംബയാണ്, ഈ ദൃഷ്ടിയോടെയാണ് നോക്കിയിരുന്നത്. മമ്മ ഗുണങ്ങളുടെ ഖനിയായിരുന്നു. മമ്മയിൽ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് മമ്മയുടെ ഗംഭീരതയുടെ ഗുണം വളരെയധികം ഇഷ്ടമായിരുന്നു. ഗംഭീരതയോടൊപ്പം സഹനശീലത, ക്ഷമ, ഈ 3 ഗുണങ്ങളും ഞാനും എൻ്റെ ജീവിതത്തിൽ ധാരണ ചെയ്യുന്നതിനും വ്യവഹാരത്തിൽ കൊണ്ടുവരുന്നതിനും ശ്രദ്ധിക്കുന്നു.